ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. 42ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് കൊടിയേറി. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി കാർണിവൽ ലഹരിയിലേക്ക്. കലാ, കായികം, സാഹസികം, സാഹിത്യം, രചന, സാംസ്കാരിക മത്സരങ്ങളും നവവത്സര ദിന കാഴ്ചകളുമായി രാപ്പകൽ നടക്കുന്ന ആഘോഷങ്ങൾ കൊച്ചിയെ ഉത്സവ ലഹരിയിലാക്കും. കൊച്ചിയിലെ 100ഓളം ക്ലബ്ബുകളുടെ കൂട്ടായ്മയിൽ ജനകീയമായ നവവത്സരാഘോഷം വിനോദസഞ്ചാര മേഖലയിൽ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കൊച്ചിൻ കാർണിവൽ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഫോർട്ട് കൊച്ചിയിൽ KJ മാക്സി MLA പതാക ഉയർത്തി. 42ാമത് കാർണിവലിന്റെ പതാക ഇന്ന് ഉയരുകയാണ്. വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാർണിവലിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് നമുക്കറിയാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് CSI ചർച്ചിൻ്റെ അകത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ത്യൻ നേവി പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് കാർണിവലിന് തുടക്കം കുറിച്ചത്. ഇന്ന് കാർണിവലിൻ്റെ പതാക ഉയരുകയാണ്. ഇന്ന് മുതൽ 1-ാം തീയതി കാർണിവൽ റാലിവനെയുള്ള ദിവസങ്ങൾ നമ്മുടെ പ്രദേശവും ഫോർട്ട് കൊച്ചിയുമൊക്കെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ കളർഫുള്ളായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. ഇന്നിപ്പോൾ ലോകം ആകർഷിക്കുന്ന ഒന്നായിട്ട് കാർണിവൽ മാറിയിരിക്കുകയാണ്. ഇപ്രാവശ്യ കാർണിവലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലസ് ബിനാലയുടെ 5ാമത് എഡിഷനും ഇന്ന് നടത്തി. പിറകെ കാർണിവൽ അംഗ ക്ലബ്ബുകളുടെ പതാകകൾ അതാത് സംഘടനാ ഭാരവാഹികൾ ഉയർത്തി. 96 ക്ലബ്ബുകളുടെ പതാകകളാണ് ഉയർത്തിയത്. കൊച്ചിൻ ചാനലിന് വേണ്ടി ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി പതാക ഉയർത്തി. കൗൺസിലേഴ്സ് എല്ലാം they are all going to the corporation. I think it's one of the most important moments for them. Anyway, on behalf of the Kochi Binal Foundation, I would like to congratulate. It's amazing to see so many people and so many organizations coming together. And this diversity is one of the most important aspects when it comes to culture building. And on behalf of the Kochi Binal Foundation, I would like to congratulate. PS രജനീഷ്, ഷെയ്ൻ, റോബിൻ, സോണിയ റെയ്നോൾഡ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള വിഷന് വേണ്ടി സോണിയ റെയ്നോൾഡ് പതാക ഉയർത്തി. PS രജനീഷ്, റോബിൻ, ഷെയ്ൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത പതാക ഉയർത്തി. മറ്റ് ക്ലബ്ബുകളുടെ ഭാരവാഹികളും പതാക ഉയർത്തലിന് നേതൃത്വം നൽകി. The Cochin Carnival was started in 1984. It has since grown into one of Kerala's most vibrant cultural events, embodying the values of peace, progress, environment, adventure and participation. This flag hoisting is more than a ritual. It's a reminder of our unity, our heritage, our collective responsibility as the flag rises. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഷെയ്നി മാത്യു, PJ ദാസൻ, കവിത ഹരികുമാർ, നിഷ ജോസഫ് ഫെർണാണ്ടസ്, KJ പ്രകാശൻ, സുഹാന സുബീർ, മഞ്ജുള അനിൽകുമാർ, KA മനാഫ്, റഹീന റഫീഖ്, കൊച്ചി ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി, മുൻ കൗൺസിലർ ഷീബാലാൽ, മുൻ മേയർ KJ സോഹൻ, കാർണിവൽ ജനറൽ സെക്രട്ടറി സോമൻ മേനോൻ, ജനറൽ കൺവീനർ ഹിദായത്ത് H, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ എന്നിവർ സന്നിഹിതരായിരുന്നു. ഞായറാഴ്ച മുതൽ തന്നെ വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് മെഗാ ഷോയും അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിൽ DJ, ഗാനമേള, മെഗാ ഷോ, മ്യൂസിക് ഫെസ്റ്റ്, കരോക്കെ, നാടൻപാട്ട്, ഡാൻസ്, ചവിട്ടുനാടകം, മെഗാ മ്യൂസിക് ഷോ എന്നീ പരിപാടികൾ പളത്തിരാമൻ മൈതാനം, പരേഡ് മൈതാനം, വാസ്കോഡഗാമ സ്ക്വയർ, നെഹ്റു പാർക്ക്, ബാസ്റ്റിൻ ബംഗ്ലാവ്, ദ്രോണാചാര്യ മൈതാനം, മുണ്ടമ്പേലി കോർപ്പറേഷൻ മൈതാനം എന്നിവിടങ്ങളിൽ നടക്കും. മോട്ടോർ ബൈക്ക് റേസ്, സ്കൂട്ടർ റാലി, വെറ്ററൻസ് ഫുട്ബോൾ, കുറാഷ്, ബോക്സിംഗ്, ഗാട്ടാഗുസ്തി, തേക്കൂട്ടംകളി, ഷട്ടിൽ, കയാക്കിംഗ്, ചൂണ്ടയിടൽ, വഞ്ചിതുഴയൽ, കളരിപ്പയറ്റ്, നീന്തൽ മത്സരം തുടങ്ങിയ കായിക ഇനങ്ങളും ഘാനാലാപനം, കോലം വരയ്ക്കൽ, രംഗോലി, മെഹന്തി, ചിത്രരചന എന്നിവയും ഉണ്ടാവും. ഡിസംബർ 31 പപ്പാനിയെ കത്തിക്കും. പുതുവത്സര ദിനത്തിൽ നടക്കുന്ന റാലിയുടെ കാർണിവൽ സമാപിക്കും. ആഘോഷത്തിന്റെ നാളുകളാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ഗസ്റ്റിനെ സ്വീകരിക്കുന്ന നാളുകൾ കൂടിയാണ്. നമ്മൾക്കതൊരു ഉത്സവമാക്കി മാറ്റണം. അതിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. ഓരോ വർഷവും നമുക്കറിയാം ഓരോ ക്ലബ്ബുകളുടെ എണ്ണം കൂടി വരികയാണ്. ഈ ഫ്ലാഗുകൾ കാണുമ്പോൾ നമ്മൾക്കറിയാം എത്രത്തോളം ക്ലബ്ബുകളാണ് നമ്മുടെ ഈ കാർണിവലുമായിട്ട് സഹകരിക്കുന്നത്.
പതാക ഉയർത്തൽ ചടങ്ങിൽ ദക്ഷിണ ഭാരത കളരി സംഘത്തിന്റെ വീരാംഗനമാർ അവതരിപ്പിച്ച കളരിപ്പയറ്റും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.